ഹലോ, ഹയർ സെക്കൻഡറി +1 പ്രവേശനം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. 2026 ജൂൺ 15 10 മണി മുതൽ 17-ാം തീയതി വൈകിട്ട് 5 മണി വരെ പ്രവേശനം നേടാവുന്നതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ നിർബന്ധമായും പ്രവേശനം നേടേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം നേടാത്തവർക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുകയില്ല. എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം www.hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയാൽ ഇങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതാണ് ഹയർ സെക്കൻഡറിയുടെ മെയിൻ വിൻഡോ. അവിടെ ഇടതുഭാഗത്ത് കാൻഡിഡേറ്റ് ലോഗിൻ -SWS എന്ന ലിങ്ക് പ്രസ് ചെയ്ത് അവിടെ യൂസർ നെയിം, നിങ്ങളുടെ 10 ആപ്ലിക്കേഷൻ നമ്പറും നിങ്ങളുടെ പാസ്വേഡ്, നേരത്തെ ലഭ്യമായിട്ടുള്ള പാസ്വേഡും ബന്ധപ്പെട്ട ജില്ലയും സെലക്ട് ചെയ്ത് ഇവിടെ പച്ച ബട്ടൺ ലോഗിൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് കാണാവുന്നതാണ്. അവിടെ ഇടതുഭാഗത്ത് കാണുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അലോട്ട്മെൻറ്റ് റിസൾട്ട് കാണാവുന്നതാണ്. ഇവിടെ മുകളിൽ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്ന ലിങ്കിൽ പ്രസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ്, നിങ്ങളുടെ നിലവിലുള്ള റാങ്ക് ഡീറ്റെയിൽസ് കാണാനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഏതായാലും അലോട്ട്മെൻറ്റ് റിസൾട്ട് ഈ രീതിയിൽ ഇതുപ്രകാരം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിച്ച് പ്രവേശനം നേടാനുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രധാനമായും ഹയർ സെക്കൻഡറിക്ക് 2 രീതിയിലുള്ള പ്രവേശനമാണ് ഉള്ളത്. ഒന്ന് പെർമനൻ്റ് അഡ്മിഷൻ അഥവാ സ്ഥിരപ്രവേശനം, മറ്റൊന്ന് ടെമ്പററി അഡ്മിഷൻ അഥവാ താൽക്കാലിക പ്രവേശനം. ആദ്യ അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ ഓപ്ഷൻ അഥവാ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ലഭിക്കുന്നവർ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം. മറ്റു ഓപ്ഷനുകളാണ് ലഭിക്കുന്നത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇഷ്ടാനുസരണം താൽക്കാലിക പ്രവേശനം നേടാവുന്നതാണ്. താൽക്കാലിക പ്രവേശനം നേടി മുകളിലുള്ള ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. താൽക്കാലിക പ്രവേശനത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല. എന്നാൽ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുകളെല്ലാം പ്രിൻസിപ്പലിന് നേരിട്ട് കൈമാറേണ്ടതുണ്ട്. എന്നാൽ വിദ്യാർത്ഥികൾക്ക് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷനുകളും സ്കൂളുകളും തന്നെയാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. അതല്ലാത്ത വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക പ്രവേശനം നേടി സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 22 പുറത്തിറങ്ങുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. പ്രവേശന സമയത്ത് വിദ്യാർത്ഥികൾ ഹാജരാക്കേണ്ട രേഖകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്ന് അലോട്ട്മെൻറ്റ് ലെറ്റർ, അത് 2 കോപ്പി എടുക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തേത് SSLC മാർക്ക് ലിസ്റ്റ്, മൂന്നാമത്തേത് ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അഥവാ TC, നാലാമത്തേത് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് അഥവാ CC, അഞ്ചാമത്തേത് മറ്റേതെങ്കിലും ബോണസ് പോയിൻറ്റിന് അർഹതയുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഒറിജിനൽ നിർബന്ധമാണ്. ആറാമത്തേത് ക്ലബ്ബ് സർട്ടിഫിക്കറ്റുള്ള ഒറിജിനൽ നിർബന്ധമായും ഹാജരാക്കേണ്ടതാണ്. ഏതായാലും ഇത്തരം രേഖകളുമായി ഹയർ സെക്കൻഡറി +1 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായും 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിലായി ബന്ധപ്പെട്ട സ്കൂളുകളിൽ നേരിട്ട് ഹാജരാവണമെന്ന് അറിയിക്കുന്നു. പ്രവേശനത്തിന് വിദ്യാർത്ഥിയും രക്ഷിതാവും നിർബന്ധമാണ്. ഏതായാലും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പ്രവേശനം ലഭിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പ്രവേശനം നേടാത്ത വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കോമ്പിനേഷനുമാണ് ലഭിച്ചതെങ്കിൽ അവിടെ സ്ഥിരപ്രവേശനം നേടാവുന്നതാണ്. അതല്ലെങ്കിൽ ഹയർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കാവുന്നതാണ്. നിരവധി വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏതായാലും അലോട്ട്മെൻറ്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പ്രയാസപ്പെടേണ്ടതില്ല. അവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ജൂൺ 22 പുറത്തിറങ്ങുന്ന സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾ വരെ കാത്തിരിക്കാവുന്നതാണ്. നിർബന്ധമായിട്ടും അതിൽ നിങ്ങൾക്ക് പ്രവേശനം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ 17-ാം തീയതി വൈകിട്ട് 5 മണിക്കുള്ളിൽ തന്നെ നിർബന്ധമായും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും രക്ഷിതാവും കുട്ടിയും നേരിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പലിന് മുൻവശം എത്തി പ്രവേശനം ഉറപ്പാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.